സുഹൃത്തുക്കളെ, എല്ലാവരും സുഖമാണെന്ന് കരുതട്ടെ. ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വർഷങ്ങൾ കൊണ്ട് എനിക്ക് അറിയാവുന്ന ഒരു ആത്മാർത്ഥ സുഹൃത്ത്, 4-5 സ്ഥാപനങ്ങളുള്ള, ഒരുപാട് ബിസിനസ് തിരക്കുകളിലായി ജീവിച്ചിരുന്ന എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്ത്. കോവിഡാനന്തരം അദ്ദേഹം പല സ്ഥാപനങ്ങളിലും ലക്ഷങ്ങളും കോടികളും ലോൺ എടുത്തിരുന്നു. 2 വർഷക്കാലം ലോക്ക്ഡൗണും പ്രതിസന്ധിയുമൊക്കെ ആയപ്പോൾ, മാസങ്ങളോളം ആ സ്ഥാപനം അടഞ്ഞു കിടന്നപ്പോൾ തിരിച്ചടയ്ക്കാൻ നിവൃത്തിയില്ലാതെ അയാൾ വലിയ സാമ്പത്തികമായ ബാധ്യതയിലായി. എന്തിനേറെ പറയുന്നു, കോവിഡാനന്തരം അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, ₹1 ആർക്കെങ്കിലും അദ്ദേഹം കടം കൊടുക്കാനുണ്ടെങ്കിൽ ഉറങ്ങാൻ കഴിയാത്ത ഒരു സഹോദരനാണ്. അദ്ദേഹം 1 വർഷം കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പല സമ്പാദ്യങ്ങളും സ്വത്തുവകകളും ഒക്കെ അദ്ദേഹത്തിൻ്റെ ബിസിനസ് ലോകത്ത് അദ്ദേഹം വാങ്ങിക്കൂട്ടിയ പലതും വിറ്റഴിച്ചുകൊണ്ട് അദ്ദേഹം ആ ലോണുകളിൽ നിന്ന് ഒഴിവായി. 3-4 സ്ഥാപനങ്ങളുണ്ടായിരുന്ന ആ സഹോദരൻ ഒരു സ്ഥാപനത്തിലേക്ക് ഒതുങ്ങി. അവിടെയും കച്ചവടം നഷ്ടങ്ങളിലേക്കും പതനങ്ങളിലേക്കും പോയപ്പോൾ ക്രമേണ അതിനും ഷട്ടർ വീണു തുടങ്ങി. പലതും വിറ്റൊഴിച്ച് കടവും പ്രാരാബ്ധങ്ങളൊക്കെ ഒഴിവാക്കിയെങ്കിലും വലിയ ബാധ്യതകൾ പിന്നീടും അവശേഷിച്ചു. ബിസിനസ് വളർന്നു പന്തലിച്ച് ഒരുപാട് സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ആത്മമിത്രങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. എന്തിനും ഏറെ സഹായിക്കാൻ കഴിയുന്ന പലരും. പെട്ടെന്ന് ആ മാനസിക സംഘർഷത്തെ തുടർന്ന് അദ്ദേഹത്തിന് പെട്ടെന്നൊരു സ്ട്രോക്ക് പോലെ വന്ന് ഒരു ഭാഗത്തേക്ക് അദ്ദേഹം കിടപ്പിലായ ആ പ്രിയ സഹോദരൻ പിന്നീട് കുടുംബാംഗങ്ങളിൽ പലരും അദ്ദേഹത്തെ കുത്തുവാക്കുകൾ കൊണ്ട് അധിക്ഷേപിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിനു വേണ്ടിയല്ല, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനു വേണ്ടി, അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് വേണ്ടി ഒരുപാട് കാലം ഉറക്കമൊഴിഞ്ഞ് അധ്വാനിച്ച് ജീവിച്ച ആ മനുഷ്യൻ പലപ്പോഴും ഈ സത്യം തിരിച്ചറിയുന്നത്, പലപ്പോഴും ഇതാണ് ജീവിതമെന്ന് തിരിച്ചറിയുന്നത്, എല്ലാം അവസാനത്തെ പാളികളും അടയ്ക്കപ്പെടുമ്പോഴാണ്, അവസാനത്തെ ജനാലയും അടച്ചിട്ട് മടങ്ങിപ്പോകുമ്പോഴാണ് പലപ്പോഴും സത്യം ഇതൊക്കെയാണെന്ന് തിരിച്ചറിയുന്നത്. പണത്തിൻ്റെ പേരിൽ, സമ്പത്തിൻ്റെ പേരിൽ സ്നേഹിക്കുന്ന ഒരു വലിയ സമൂഹമുണ്ട്. എന്നാൽ സമ്പത്തിനപ്പുറം മനുഷ്യരെ സ്നേഹിക്കുന്ന, സമസൃഷ്ടികളെയും സഹജീവികളെയും സ്നേഹിക്കുന്ന, എന്തിനോടും സൗമ്യമായി പെരുമാറുന്ന നല്ല മനുഷ്യരുമുണ്ട്. അവരെയും ചേർത്തുകൊണ്ടല്ല ഞാൻ പറയുന്നത്. പലപ്പോഴും മനുഷ്യരറിയുന്നില്ല. 40 വയസ്സോളമുള്ള ഒരു സഹോദരി, കല്യാണം കഴിഞ്ഞ് 3 മക്കളുണ്ട്. അവരൊരു സ്വകാര്യ സ്ഥാപനത്തിൽ വർഷങ്ങളോളം വർക്ക് ചെയ്തു. പിന്നീട് ആ സഹോദരി രോഗങ്ങൾ ഒന്നിനു പിറകെ ഒന്നൊന്നായി വന്നണയാൻ തുടങ്ങിയപ്പോൾ, കീമോ ചെയ്ത് ശരീരത്തിൻ്റെ തലമുടിയൊക്കെ ആ ശരീരത്തിൽ നിന്ന് കൊഴിയാൻ തുടങ്ങിയപ്പോൾ സ്നേഹിച്ചിരുന്ന പലരും അകലാൻ തുടങ്ങി. അകലുക മാത്രമല്ല, ഒറ്റപ്പെടാൻ തുടങ്ങി. ജീവിത പങ്കാളി സ്വന്തം ജീവിതത്തിൽ നിന്ന് വേർപെട്ടു പോകുന്നൊരവസ്ഥ. പക്ഷേ അവർ തളർന്നില്ല. തളർന്ന സ്ഥലത്തു നിന്നും വലിയ പ്രതീക്ഷയോടുകൂടി ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ഒഴിവാക്കേണ്ടവർ ഒഴിവാക്കിയെങ്കിലും ചേർത്തു പിടിക്കേണ്ട ആത്മാർത്ഥ സുഹൃത്തുക്കൾ അവസാന ശ്രമം വരെ അവരുടെ കൂടെ നിന്നു. അവർ എഴുന്നേറ്റു, മക്കളെ നല്ല രൂപത്തിൽ പഠിപ്പിച്ചു, സമൂഹത്തിൽ ഉന്നതമായ ഒരു നിലവാരത്തിലേക്ക് അവർ കൊണ്ടുവന്നു. പലപ്പോഴും പ്രതിസന്ധികളിൽ തളർന്നു പോകുന്നവർ, ഒറ്റപ്പെട്ടു പോകുന്നവർ, ഇനി എനിക്കൊരു മാർഗവുമില്ല എന്ന് മനസ്സിൽ ഒരു 100 കൂട്ടം ചിന്തകളിൽ സങ്കടപ്പെട്ടിരിക്കുന്നവർ, റൂമടച്ചിരുന്ന് കരയുന്നവർ, ഞാൻ ഇത്രയും സ്നേഹിച്ചിരുന്നവർ എന്നെ ഇങ്ങനെ ചെയ്യുമെന്ന്, എന്നോട് ഈ കൊടും ചതി കാണിക്കുമെന്ന് മനസ്സിൻ്റെ ഉള്ളിൽ ഒരു തീനാളം പോലെ ആളിപ്പടർന്ന് കത്തി എപ്പോഴും നെഗറ്റീവ് കമൻസ് മാത്രം ഹൃദയത്തിൻ്റെ ഉള്ളിൽ പടർന്നു പിടിക്കുന്നവർ,
അവർക്കൊക്കെയും ഇവരൊരു മാതൃകയാണ്. ജീവിതത്തെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളിലും ഒറ്റപ്പെടലും ഒറ്റപ്പെടുത്തലുകളുമൊക്കെ വല്ലാതെ സംഘർഷഭരിതമാകുമ്പോഴും ചേർത്തു പിടിക്കുന്ന മനുഷ്യനെന്ന് പറയുന്നതൊരു സാമൂഹിക ജീവിയാണ്. മനുഷ്യരിൽ ചിലർ ഏതു സന്ദർഭങ്ങളിലും ഏതു പാതിരാവിലും നമ്മെ ചേർത്തു പിടിക്കുന്നവർ, നമ്മെ ആപത്ഘട്ടങ്ങളിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ നമ്മളോടൊപ്പം ജീവിക്കുന്നുണ്ട്. പക്ഷേ നാം അവരെ ഒഴിവാക്കുന്നു. അവരുടെ ചില ഉപദേശം കേൾക്കുമ്പോൾ നാം അവരെ അകറ്റിവിടുന്നു. കുടുംബത്തിലെ 4 പേരാണ്. അയാളുടെ ബിസിനസ് തകർച്ചയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി നീ ആ ലോൺ എടുക്കണ്ട, ആ ഒരു സ്ഥാപനം കൊണ്ട് തന്നെ ജീവിക്കാൻ നോക്ക് എന്ന് പറയുമ്പോൾ എന്നോടുള്ള അസൂയയാണ് എന്ന് കരുതിക്കൊണ്ട് മൂത്ത സഹോദരനെ ഒഴിവാക്കിയവർ, അല്ലെങ്കിൽ മൂത്ത സഹോദരിയെ ഒഴിവാക്കിയവർ, ഗുണകാംക്ഷയോടുകൂടി ചേർത്തു പിടിക്കുന്നവർ അവസാനം എല്ലാവരും കൈയൊഴിയുമ്പോൾ അധിക്ഷേപിച്ചു എന്നവർ, അസൂയ കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞവർ എന്ന് ചിന്തിച്ചവരാണ് അവസാനം നമുക്കൊരു താങ്ങാകുന്നത്. നല്ലതിനെ നല്ലതായി കാണാനും ചീത്തയെ ചീത്തയായി കാണാനും ബഹുസ്വര സമൂഹം, പ്രത്യേകിച്ച് മൊത്തത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ, ഒരു സമൂഹമായി ജീവിക്കുമ്പോൾ, ഒരു സാമൂഹിക ജീവിയായി നമ്മളിവിടെ ജീവിക്കുമ്പോൾ അബദ്ധങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളുമൊക്കെ വരും. പലതും കണ്ടില്ല എന്നും പലതും കേട്ടില്ല എന്ന് നടിച്ചുകൊണ്ട് ചേർത്തു പിടിക്കാൻ നമുക്ക് കഴിയണം. നന്ദി, നമസ്കാരം.